ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് റിസൾട്ട് 9 ജില്ലകളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നു. കൂടെ പഴയ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനം നടന്നു, അതുപോലെ കട്ട് ഓഫ് എത്രയായിരുന്നു, പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു, എത്ര പേർ മെയിൻസിന് യോഗ്യത നേടി, അതുപോലെ മെയിൻ പരീക്ഷ എന്നാണ് നടക്കുന്നത്, ഏത് ദിവസമാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. കൂടാതെ സിലബസ് എന്താണ്, മെയിൻ പരീക്ഷയുടെ സിലബസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ വിശദമായിട്ട് തന്നെ നമുക്ക് ഈ 9 ജില്ലകളും ഒന്ന് പഠിക്കാം. ഒന്നാമത് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയുടെ ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.1828 ആണ്. അതായത് മലപ്പുറം ജില്ലയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 50.1828 ആണ്. ഏകദേശം 1091 പേർ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 1091 പേർ. മുൻ വർഷത്തെ കട്ട് ഓഫ്, അതായത് നമ്മുടെ നിലവിൽ ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76 മാർക്കായിരുന്നു. അവിടെ മെയിൻ ലിസ്റ്റിൽ 198 പേരെയും സപ്ലിമെന്ററി ലിസ്റ്റിൽ 162 പേരെയുമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 76 കട്ട് ഓഫ്, മെയിൻ ലിസ്റ്റിൽ 198, സപ്ലിമെന്ററി ലിസ്റ്റിൽ 162. ആ ഒരു ലിസ്റ്റിന്റെ എത്ര അഡ്വൈസ് പോയി എന്ന് നോക്കാം. നമുക്ക് 88 അഡ്വൈസ് ആണ് ടോട്ടൽ ആയിട്ട് പോയിരിക്കുന്നത്. 88 അഡ്വൈസ് ടോട്ടൽ ആയിട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 14/9/2020 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 130ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയി. ഈഴവ 132, SC സപ്ലിയിൽ 8ാമത്തെ റാങ്കുകാരൻ, ST സപ്ലിയിൽ 4, മുസ്ലിം 135ാമത്തെ വ്യക്തി, LCI സപ്ലിയിൽ 2, OBC വിത്തിൻ OC ടേൺ, വിശ്വകർമ്മ 148ാമത്, SIUCN 162, SCC എല്ലാം, ധീവര 83, HN ഹിന്ദു നാടാറ് സപ്ലിയിൽ 1, LV 5, HI 1 എന്നിങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ ലാബ് അസിസ്റ്റന്റിന്റെ ഇതുവരെ ഉള്ള അഡ്വൈസ്. അതായത് ഈ ലിസ്റ്റ് കാലഹരണപ്പെട്ടതാണ്, അതുകൊണ്ട് ഇത്രയും അഡ്വൈസ് ആണ് മലപ്പുറം ജില്ലയിൽ പോയിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ജില്ലയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസിന്റെ കട്ട് ഓഫ് 43.33 ആയിരുന്നു. 43.33, ഏകദേശം 3071 പേരെയാണ് ഈ ഒരു പത്തനംതിട്ട ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് 3071 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ മുൻവർഷത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 79.33 ആയിരുന്നു. 79.33. മെയിൻ ലിസ്റ്റിൽ 100 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 67 പേരെയുമാണ് ഉൾപ്പെടുത്തിയത്. 100ഉം 67ഉം. ഈ ഒരു പത്തനംതിട്ട ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര അഡ്വൈസ് പോയി എന്ന് നോക്കുമ്പോൾ ടോട്ടൽ 16 അഡ്വൈസ് ആണ് ആകെ പോയിരുന്നത്. അതായത് 167 പേരുള്ള ലിസ്റ്റിൽ നിന്ന് ആകെ 16 അഡ്വൈസ് ആണ് പോയത്. 16/12/22 എന്ത് ചെയ്തു, ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ 18ാമത്തെ ആൾക്കാണ് എന്താണ് ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഇതാണ് പത്തനംതിട്ട ജില്ലയിൽ 167 പേരുണ്ടായിരുന്ന ലിസ്റ്റിൽ 16 പേർക്കാണ് ആകെ അഡ്വൈസ് പോയിരുന്നത്. ഇനി വയനാട് ജില്ലയിലേക്ക് വന്നാലോ, വയനാട് ജില്ലയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46.96 ആണ്. 46.96, 3068ഓളം പേരാണ് ഈ ഒരു വയനാട് ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.67 ആയിരുന്നു. 70.67, 102 പേർ മെയിൻ ലിസ്റ്റിലും 69 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇടം പിടിച്ചിരുന്നു. 102ഉം 69ഉം. ഓക്കെ, ഈ ഒരു ലിസ്റ്റിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 28 ആണ്. 28 പേർക്കാണ് വയനാട് ജില്ലയിലെ ലാബ് അസിസ്റ്റന്റ് ഇത് ആകെ എന്താണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതിന്റെ ഒരു ലിസ്റ്റ് 7/9/2023 23 ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 31ാമത്തെ റാങ്കുകാരന് എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈഴവ 25 എന്നിങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് വയനാട് ജില്ലയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവസ്ഥയല്ല, ആ ഒരു അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് 28 ആകെ പോയിരിക്കുന്നത്. അടുത്ത തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 56.6447 ആണ്. 56.6447. 14,152 പേരാണ് തിരുവനന്തപുരം ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിന്റെ കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 85.67 ആയിരുന്നു. ആകെ മെയിൻ ലിസ്റ്റിൽ 189, അതായത് 85.67 അതോ അതിന് മുകളിലോ 189 പേർ മെയിൻ ലിസ്റ്റിലും 171 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇടം പിടിച്ചിരുന്നു.
ആ ഒരു ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റിൽ ആകെ 88 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതായത് മെയിൻ ലിസ്റ്റിൽ മാത്രം 189ഉം സപ്ലിമെന്ററിയിൽ 171 ഉള്ള ഈ ഒരു ലിസ്റ്റിൽ നിന്ന് 88 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ അഡ്വൈസ് ആകെ പോയിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധിയും കഴിഞ്ഞെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ഓപ്പൺ കാറ്റഗറിയിൽ 122ാമത്തെ വ്യക്തിയും ഈഴവ 140ാമത്തെ വ്യക്തിയും, SC സപ്ലിയിൽ 10, ST സപ്ലിയിൽ 4, മുസ്ലിം 186, ഇങ്ങനെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ പോയിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അതാണ് തിരുവനന്തപുരം ജില്ലയുടെ ആ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ്. പിന്നീട് പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പാലക്കാടിന്റെ പ്രിലിംസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.2862 ആണ്. ഈ ലിസ്റ്റിൽ നിന്ന് 10,079ഓളം പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടി ഉൾപ്പെട്ടിരിക്കുന്നത്. 10,079ഓളം പേർ. കഴിഞ്ഞ ഈ ഒരു പാലക്കാട് ജില്ലയിലെ ലാബ് അസിസ്റ്റന്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 84 മാർക്കായിരുന്നു. 199 പേർ മെയിൻ ലിസ്റ്റിലും 163 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇടം പിടിച്ചു. ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 85. പാലക്കാട് ജില്ലയിൽ നിന്ന് 85 പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 85 പേർക്ക്. 95ാമത്തെ റാങ്കുള്ള ഓപ്പൺ കാറ്റഗറിക്കാരന് ഈ ഒരു ഇതിൽ നിന്ന് എന്താണ് നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഈഴവ 95 പോയിരിക്കുന്നത്. SC ST സപ്ലി, മുസ്ലിം സപ്ലി ആണ്, LCI സപ്ലി ആണ്, OBC 59 വിശ്വകർമ്മ സപ്ലി ആണ്. ഇങ്ങനെ അത് പോകുന്നുണ്ട്. ഇതാണ് പാലക്കാട് ജില്ലയുടെ ആ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 47.7925 ആണ്. ഏകദേശം 6220ഓളം പേരാണ് ഈ ഒരു മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി യോഗ്യത നേടിയിരിക്കുന്നത്. ഇതിന്റെ മുൻവർഷത്തെ കട്ട് ഓഫ് 72.67 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ 150 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 144 പേരുമാണ് ഇടം പിടിച്ചത്. അതായത് ആലപ്പുഴ ജില്ലയിൽ 150ഉം 144. എന്നാൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആകെ 39 പേർക്കാണ് അഡ്വൈസ് പോയിരുന്നത്. 39 പേർക്കാണ് ആകെ അഡ്വൈസ് പോയത്. 59ാമത്തെ റാങ്കുള്ള ഓപ്പൺ കാറ്റഗറിക്കാരന് നിയമന ശുപാർശ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആലപ്പുഴ ജില്ലയുടെ അവസ്ഥ. 39 അഡ്വൈസ് പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാലോ, കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് 58.1913 ആണ്. 58.1913. ഏകദേശം 3147ഓളം പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അല്ല, ഈ ഒരു മെയിൻ ലിസ്റ്റിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി യോഗ്യത നേടിയിരിക്കുന്നത്. അതായത് ഈ പ്രിലിംസിന്റെ റിസൾട്ടിൽ ഉൾപ്പെടുന്നത് 3147 പേരാണ്. അവരാണ് മെയിൻ പരീക്ഷ എഴുതുന്നത്. ഇതിന്റെ മുൻ കട്ട് ഓഫ് നോക്കുക, 79 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 151 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 95 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ അഡ്വൈസ് നോക്കിയാൽ 49 അഡ്വൈസ് ആണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ ആയിട്ട് പോയിരിക്കുന്നത്. 49 അഡ്വൈസ്. എല്ലാ ജില്ലയിലും റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അന്ന് കാസർഗോഡ് ജില്ലയിൽ ഓപ്പൺ കാറ്റഗറിയിൽ 63ാമത്തെ റാങ്കുകാരനും ഈഴവ 65, SC സപ്ലിയിലും ഒക്കെ ആളുകളെ എടുത്തിട്ടുണ്ട് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് പ്രിലിംസിന്റെ കട്ട് ഓഫ് 41.2151 ആണ്. 41.2151. ഈ ലിസ്റ്റിൽ ആകെ 4071 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 4071 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ മുൻവർഷത്തെ കട്ട് ഓഫ് നോക്കിയാൽ 82.33 ആയിരുന്നു. 149 പേർ മെയിൻ ലിസ്റ്റിലും 148 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇടം പിടിച്ചു. ഇവിടെ ഈ കോട്ടയം ജില്ലയിൽ ആകെ 10 അഡ്വൈസ് ആണ് നടന്നത്. ആകെ 10 അഡ്വൈസ് ആണ് നമ്മുടെ കോട്ടയം ജില്ല, മലപ്പുറമിലെ കോട്ടയം ജില്ലയിൽ നടന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഓപ്പൺ കാറ്റഗറിയിൽ 11ാമത്തെ റാങ്കുകാരനാണ് ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതാണ് കോട്ടയം ജില്ലയുടെ അവസ്ഥ. 149 പേർ മെയിൻ ലിസ്റ്റിലും 148 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉണ്ടായിരുന്നു. 10 പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ആ ഒരു ജില്ലയിൽ. അടുത്ത കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രിലിംസ് കട്ട് ഓഫ് നോക്കിയാൽ 51.8592 ആണ്. 51.8592. ലിസ്റ്റിൽ 10,111 പേർ, അതായത് 10,111 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് മെയിൻ പരീക്ഷ എഴുതാൻ. കഴിഞ്ഞ കട്ട് ഓഫ് നോക്കിയാൽ 83 മാർക്കായിരുന്നു. അന്ന് 187 പേർ മെയിൻ ലിസ്റ്റിലും 133 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടുണ്ട്. 187ഉം 133. എന്നാൽ ആകെ കോഴിക്കോട് ജില്ലയുടെ അഡ്വൈസ് എന്ന് പറയുന്നത് 61 ആണ്. 61 അഡ്വൈസ് മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 10/2/2023 ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 69ാമത്തെ റാങ്കുകാരനായ ഓപ്പൺ കാറ്റഗറിക്കാരന് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതാണ് കോഴിക്കോട് ജില്ലയുടെ ലാബ് അസിസ്റ്റന്റിന്റെ ഏകദേശം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ജില്ലകൾ ഇതുവരെ പ്രിലിംസ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഇനി എന്നാണ് പരീക്ഷ എന്ന് ചോദിച്ചാൽ
കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. എപ്പോഴാണ് പരീക്ഷ? 21 തീയതി, 21/6/2025 ശനിയാഴ്ച ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. 21 തീയതി, അതായത് ജൂൺ മാസം 21 തീയതി ഉച്ചക്ക്, ശനിയാഴ്ച ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെ, അതായത് 1.5 മണിക്കൂർ പരീക്ഷ സമയമുണ്ട്. 1.5 മണിക്കൂറോളം പരീക്ഷാ സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക. 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. 7/6/2025 മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. അതായത് ജൂൺ 7 തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. 21 തീയതി, ജൂൺ 21 തീയതിയാണ് ശനിയാഴ്ച ഈ ഒരു ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാം നടക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, 1.5 മണിക്കൂറോളമാണ് സമയമുള്ളത്. കൃത്യമായി തന്നെ പഠിച്ചു പോവുക. ഇനി സിലബസ് ആണ് പലരും ചോദിക്കുന്നത്. മെയിൻ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ LDCയുടെ സെയിം സിലബസ് ആണ് എന്ന് മനസ്സിലാക്കുക. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 5 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, അതുപോലെ കലാകായികം സാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ 10 മാർക്ക്. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ സെയിം സിലബസ്, LDCയുടെ സിലബസ്. ഇനി വരാൻ വേണ്ടി പോകുന്ന ബെഫ്കോ LDCക്ക് സെയിം സിലബസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന് സെയിം സിലബസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി എക്സാമുകളാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു മാറ്റവും ഇല്ലാത്ത ഏറ്റവും മികച്ച ഒരു സിലബസ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, ഈ സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റാങ്കിൽ തന്നെ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ASM ആണ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. അതുപോലെ എന്താണ് VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് വരുന്നുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. ബെപ്കോ LDC വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി, ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ കാണുക. അതിൽ നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുന്നതായിരിക്കും. നമ്മൾ സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടിയിട്ട് ഒരു മാരത്തോൺ പോലെ ഒരു ക്ലാസ് അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ന പേരിലാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾ അടുത്ത ദിവസം മുതൽ സെക്രട്ടേറിയറ്റ് OA മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും മികച്ച ഒരു ക്ലാസ്സുകളും നമുക്ക് യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് OA മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മാരത്തോൺ പോലെയുള്ളതും അതുപോലെ കറണ്ട് അഫയേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ വളരെ സമ്പൂർണ്ണമായി ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ചാനലിൽ അംഗമാവുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.